നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. രാജസ്ഥാൻ ഒന്നും ശരിയാവുന്നില്ല. വീണ്ടും പൊട്ടിയിരിക്കുകയാണ് സഞ്ജു പട. ഇത്തവണ പണി കൊടുത്തതാവട്ടെ PBKS ആണ്. സാം കറൻ മിന്നിക്കത്തി കളിച്ച് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ 5 വിക്കറ്റുകൾക്കാണ് രാജസ്ഥാൻ റോയൽസിനെ PBKS പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസാണ് എടുത്തത്. ഏറെ കൊട്ടിഘോഷിച്ച് എത്തിയ TKC വളരെ മങ്ങിയ പ്രകടനമാണ് നടത്തിയത്. 23 പന്തുകൾ നേരിട്ട താരം 2 4-ഉം 1 6-ഉം അടക്കം 18 റൺസ് മാത്രം അടിച്ചപ്പോൾ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 4 റൺസുമായിട്ട് മടങ്ങുന്ന കാഴ്ച. സഞ്ജു സാംസൺ 15 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചപ്പോൾ റിയാൻ പരാഗ് 34 പന്തിൽ നിന്ന് 48 റൺസാണ് കുറിച്ചത്. അശ്വിൻ 19 പന്തിൽ നിന്ന് 28 റൺസ് അടിച്ചു. ജുറൽ ഡക്കാവുന്നു. പവൽ 4 റൺസ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ഡൊണാവൻ ഫെറീറ 7 റൺസ്. ട്രെന്റ് ബോൾട്ട് 12 റൺസ്. ഇങ്ങനെയായിരുന്നു അവരുടെ ഇന്നിങ്സ്. അതിൽ പരാഗിന്റെ മികച്ച പ്രകടനം കൂടി ഇല്ലായിരുന്നെങ്കിൽ 144ലേക്ക് പോലും ടീം എത്തുമായിരുന്നില്ല. മറുപടി ബാറ്റിംഗ് നോക്കുക. പ്രഭ്സിമ്രാൻ സിംഗിനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ട്രെന്റ് ബോൾട്ട് പ്രതീക്ഷ കൊടുത്തതാണ്. 6 റൺസ് മാത്രമാണ് പ്രഭ്സിമ്രാൻ സിംഗ് എടുത്തത്. ജോണി ബെർസ്റ്റോ 14 റൺസ് എടുത്തു. റിലേ റൂസോ 22 റൺസ്. ശശാങ്ക് സിംഗിനെ ആവേശ് ഖാൻ ഡെക്കാക്കി മടക്കി. പക്ഷേ പിന്നീട് നോക്കുക, സാം കറിനൊപ്പം ജിതേഷ് ശർമ്മ 20 മുതൽ 22 ജിതേഷിന്റെ സംഭാവന. അശുതോഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു. 11 പന്തിൽ 17 റൺസ്. സാം കറൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രകടനം. 41 പന്തുകൾ 5 4-ഉം 3 6-ഉം അടക്കം അദ്ദേഹം 63 റൺസ് അടിച്ചു. മിന്നുന്ന പ്രകടനം നടത്തിയപ്പോൾ 7 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ PBKS നേടിയിരിക്കുന്നത്. അങ്ങനെ വിജയത്തോടു കൂടിയാണ് PBKS മടങ്ങുന്നത്. രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം, അവര് പ്ലേ ഓഫിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനിയും ഒരു കളി PBKSന് ബാക്കിയുണ്ട്. രാജസ്ഥാനും ഒരു കളി ബാക്കിയുണ്ട്. പക്ഷേ തുടരൻ തോൽവികൾ തീർച്ചയായിട്ടും രാജസ്ഥാനെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.